നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. നവോ വിഷാദകർത്തവ്യ ഫൽഗുനം പ്രതി സർവശഃ. അല്ലയോ ഋഷിമാരെ, അർജുനെ കുറിച്ച് ചിന്തിച്ചിട്ട് നിങ്ങൾ വിഷാദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു കാരണത്താലും നിങ്ങൾ വിഷാദിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ അവന്റെ ആഗ്രഹം ഞാൻ സഫലമാക്കി കൊടുക്കുന്നുണ്ട്. ശീഘ്രം ഗച്ഛത സംഹൃഷ്ട. നിങ്ങൾ സന്തുഷ്ടരായിട്ട് തിരിച്ചു പോയിക്കൊള്ളൂ. നിങ്ങളുടെ ആശ്രമങ്ങളിലേക്ക് പോയിക്കൊള്ളൂ. നിങ്ങൾ അവിടെ പോയി സുഖമായി വസിച്ചുകൊള്ളൂ. എനിക്കറിയാം അർജുനന്റെ ആഗ്രഹം എന്താണ് എന്ന്. അത് ഞാൻ ഉടനെ സാധിച്ചു കൊടുക്കുന്നുണ്ട്. അർജുനൻ സ്വർഗമല്ല ആഗ്രഹിക്കുന്നത്. അവന്റെ ആഗ്രഹം വളരെയേറെ പവിത്രമാണ്, വളരെയേറെ ഉന്നതമാണ്. നാസ്യ സ്വർഗസ്പൃഹാകാചിത് ന ഐശ്വര്യസ്യ തഥായുഷ. ആളുകൾ തപസ് ചെയ്യുന്ന ചിലര് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ്, ചിലര് ദീർഘമായ ആയുസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, രോഗങ്ങൾ മാറാൻ വേണ്ടി, ആയുസ് കിട്ടാൻ വേണ്ടി. ചിലര് പരിധിയില്ലാത്തതായ ഐശ്വര്യം, സാമ്രാജ്യം, ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അർജുനന്റെ ലക്ഷ്യം ഇതൊന്നുമല്ല. അത് ഇതിനേക്കാൾ ഉപരിയാണ്. അർജുനന്റെ ആ ലക്ഷ്യം ഞാൻ സമ്പൂർണമായിട്ടും ഞാൻ സാധിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് ഭഗവാൻ ആ ഋഷിമാരോട് പറഞ്ഞു. ഭഗവാനെ നമസ്കരിച്ച് ഋഷിമാർ അവിടെ നിന്ന് സ്വന്തം ആശ്രമങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. തുടർന്ന് നടക്കുന്ന സംഭവങ്ങൾ വൈശമ്പായനൻ വ്യാസന്റെ സന്നിധിയിൽ വച്ചിട്ട് ജനമേജയനെ കേൾപ്പിക്കുകയാണ്. ഭഗവാൻ തുടർന്ന് എന്ത് ചെയ്തു എന്ന് പറയാണ്. ഗതേഷു തേഷു. ആ ഋഷിമാരെല്ലാവരും മടങ്ങിപ്പോയപ്പോ പിനാകപാണിർ ഭഗവാൻ സർവപാപഹരോഹര. ആ ഹരൻ, എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഹരൻ എന്ന് പറയുന്നു? എല്ലാ പാപങ്ങളെയും ദൂരീകരിക്കുന്നവനാണവൻ, എല്ലാ കഷ്ടപ്പാടുകളെയും ദൂരീകരിക്കുന്നവനാണവൻ, എല്ലാ ദുഃഖങ്ങളെയും ദൂരീകരിക്കുന്നവനാണവൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഹരൻ എന്ന് പറയുന്നത്. അങ്ങനെ സർവ്വപാപങ്ങളെയും ദൂരീകരിക്കുന്നവനായ ഹരൻ പിനാകപാണിയാണ്. പിനാകം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആ വില്ലിന്റെ പേരാണ്, ആ ശൂലത്തിന്റെ പേരാണ് പിനാകം. ആ പിനാകപാണിയായിരിക്കുന്ന ഭഗവാൻ ഉടനെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈരാതം വേഷമസ്ഥായ, ഒരു കാട്ടാളന്റെ രൂപം ധരിച്ചു. എന്നിട്ട് ആ രൂപത്തിന്റെ വലിപ്പം, അതിന്റെ പ്രത്യേകത, ഇതെല്ലാം ഏതാനും വാക്കുകൾ കൊണ്ട് വ്യാസൻ നമ്മെ കേൾപ്പിക്കുന്നുണ്ട്. കാഞ്ചന ദ്രുമസന്നിഭം, സ്വർണം കൊണ്ട് നിർമ്മിതമായിരിക്കുന്ന വലിയ ഒരു വൃക്ഷത്തെപ്പോലെ തോന്നും. അത്ര കണ്ട് വലിപ്പത്തിലും ആ തിളക്കത്തിലും ആ പ്രകാശത്തിലും. വിഭ്രാജമാനോ വിപുലോ ഗിരിർ മേരുരിവാപര, വളരെയേറെ ശോഭിക്കുന്നവനായിട്ട്. പിന്നെ വലിപ്പം കൊണ്ടാണെങ്കിലോ മഹാമേരുപർവ്വതം പോലെ. മഹാമേരുപർവ്വതം ഒന്നേ ഉള്ളൂ, ഇത് രണ്ടാമതൊരു മഹാമേരുപർവ്വതം പോലെ. ആരെയും ആകർഷിക്കുന്ന രൂപത്തോടു കൂടിയവനായിട്ട്, സ്വർണവർണാഭനായിട്ട്, കാട്ടാളവേഷത്തിൽ, കാട്ടാള രൂപത്തിൽ ഭഗവാൻ അവിടെ നിന്നു. ആ അവസരത്തില് അദ്ദേഹം പിന്നെയും എന്തൊക്കെ ചെയ്തു എന്ന് പറയാണ്. ശ്രീമദ് ധനുരുപാദായ ശരാംശ ആശീവിഷോപമാൻ. തന്റെ ഐശ്വര്യസമ്പന്നമായിരിക്കുന്ന വില്ലെടുത്തു അർജുനനോട് ഏറ്റുമുട്ടാൻ പോവാണ്. അർജുനന്റെ ഉള്ളില് ഇപ്പോഴും അല്പം അഹന്തയുണ്ട്. താൻ കേമനാണ്, താൻ വളരെ പഠിപ്പുള്ളയാളാണ്, താൻ ബലമുള്ളയാളാണ്,
മനസ്സിൻ്റെ പുറത്ത് നിയന്ത്രണമുള്ളയാളാണ് എന്നൊക്കെയുള്ള ഒരു ചിന്തയുണ്ട്. അങ്ങനെയുള്ള ആ ഗർവത്തിൻ്റെ അംശം കിടക്കുന്നത് കൊണ്ട് ഭഗവാനെ നേരെ കാണാൻ പറ്റൂല. ഋഷിമാർക്ക് ഭഗവാനെ നേരെ കാണാൻ കഴിഞ്ഞത് തപസ്സിന്റെ ബലത്തിനാൽ. അവർ സ്വന്തം ഉള്ളിലെ ഗർവത്തെ പൂർണ്ണമായും ദൂരീകരിച്ചവരാണ്. അവരുടെ ഉള്ളിൽ തമോ ഗുണം തെല്ലുമില്ല, രജോ ഗുണം തെല്ലുമില്ല. രജസ്സും തമസ്സും കൂടി ചേർന്നിട്ടാണ് അഹങ്കാരാദികളെയൊക്കെ ഉണ്ടാക്കുന്നത്. സാത്വിക ഗുണത്തിന്റെ പൂർണ്ണതയിൽ നിൽക്കുന്നവരാണ് ആ ഋഷിമാർ. അതുകൊണ്ട് ശങ്കരശൈലം അവർക്ക് സുപ്രാപമാണ്. ഭഗവാനെ അവർക്ക് യാതൊരു പ്രയാസവും കൂടാതെ കാണാൻ കഴിയും, അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിയും. പക്ഷെ അർജുനൻ ആ ഒരു തലത്തിലേക്ക് വരണമെങ്കിൽ, ഭഗവാനെ കാണാനുള്ള ശേഷി അർജുനൻ ഉണ്ടാകണമെങ്കിൽ അവശേഷിച്ച ഗർവം കൂടി പോകണം. അതിനെന്താ വേണ്ടത്? അർജുനനുമായി ഒരു യുദ്ധം, അത് തന്നെ വേണ്ടി വരും. എന്നാൽ മാത്രമേ അർജുനന്റെ ഗർവം നീങ്ങൂ. ഗാണ്ഡീവത്തിൽ അത് പ്രയോഗിക്കാനുള്ള വൈഭവത്തിൽ ഒക്കെയുള്ള ഗർവമാണ് അർജുനൻ. അതാണ് അർജുനന്റെ ഗർവത്തിന് അടിസ്ഥാനം. അതുകൊണ്ട് ഐശ്വര്യയുക്തമായിരിക്കുന്ന തന്റെ വില്ലുമെടുത്ത് ആശീവിഷോപമങ്ങളായ പാമ്പുകളുടെ വിഷം എത്ര കണ്ട് ഭീകരമാണോ അതേ രീതിയിലുള്ള ഭീകരമായ അമ്പുകളെയും അദ്ദേഹം എടുത്തുകൊണ്ട് നിഷ്പപാത മഹാവേഗോ ദഹനോ ദഹവാനിവ, വളരെ വേഗത്തിൽ അദ്ദേഹം അവിടെ നിന്നിട്ട് പുറപ്പെട്ടു. അഗ്നി ഭഗവാൻ വീണ്ടും ഒരു രൂപം ധരിച്ച് പുറപ്പെട്ടതാണ് എന്ന് ആർക്കും തോന്നും. ആ പ്രകാരത്തിലാണ് അദ്ദേഹത്തിന്റെ പുറപ്പാട്. എല്ലാത്തിനെയും ദഹിപ്പിക്കാൻ പോകുന്നത് പോലെ അദ്ദേഹം വേഗത്തിൽ പുറപ്പെട്ടു. ആ സമയത്ത് അദ്ദേഹത്തോടൊപ്പം ദേവിയുമുണ്ട്. ശങ്കരൻ ഒരു നിമിഷം പോലും ദേവിയിൽ നിന്ന് വേർപിരിയില്ല. ദേവി ഒരിക്കലും ശങ്കരനിൽ നിന്നിട്ടും വേർപിരിയില്ല. അവരൊരുമിച്ച് തന്നെയാണ് എപ്പോഴും എല്ലായിടവും. ദേവിയും പുറപ്പെട്ടു. ദേവിയാ സഹ ഉമയാ ശ്രീമാൻ സമാന വ്രതവേഷയ. ഭഗവാൻ എപ്പോഴാണോ കിരാത രൂപത്തെ ധരിച്ചത് ആ സമയത്ത് ദേവിയും അതേ പ്രകാരത്തിലുള്ളതായ വേഷം ധരിച്ചു. അതേ പ്രകാരത്തിലുള്ളതായ ഐശ്വര്യ സമ്പത്ത് പ്രകാശിപ്പിച്ചു. അങ്ങനെ ഐശ്വര്യവാനായ ഭഗവാൻ ദേവിയോടൊപ്പം കാട്ടാളത്തിയുടെ രൂപം ധരിച്ചു നിൽക്കുന്ന ദേവിയോടൊപ്പം അവിടെ നിന്നിട്ട് അർജുനന്റെ സമീപത്തേക്ക് പുറപ്പെടുകയാണ്. എന്നു മാത്രമല്ല, ഭൂതഗണങ്ങളും കൂടെയുണ്ട്. നാനാ വേഷധരൈ ഹൃഷ്ടൈഹി ഭൂതൈഹി അനുഗതസ്തത. ഭൂതഗണങ്ങള് അവര് പല പ്രകാരത്തിലുള്ള വേഷങ്ങൾ ധരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഭൂതങ്ങൾ ശിവനെയും പാർവതിയെയും ഇങ്ങനെ പിന്തുടരുകയാണ്. ഭൂതങ്ങളും ഭഗവാനെ വിട്ടു നിൽക്കില്ല. ഭഗവാന്റെ ചൈതന്യത്താൽ ഉണ്ടായി നിലനിന്ന് പ്രവർത്തിക്കുന്നവരാണ് ഭൂതങ്ങൾ. അതുകൊണ്ടാണ് ഇതിന് ഭൂതം എന്ന് പറഞ്ഞത്. ഉള്ളത് ഭഗവാൻ മാത്രം. ഭഗവാന്റെ ശക്തിയാണ് ഉമ പാർവതീദേവി. പിന്നെയോ ബാക്കിയെല്ലാം ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം, സൂക്ഷ്മ പ്രപഞ്ചത്തിലായാലും സ്ഥൂല പ്രപഞ്ചത്തിലായാലും ഉള്ളതെല്ലാം ഭഗവാന്റെ തന്നെ അംശത്തിൽ നിന്ന് ഉണ്ടായവ. എല്ലാം ഭഗവതംശമാണ്. നാം എല്ലാം ഭഗവതംശമാണ്. കല്ലും മണ്ണും പുല്ലും പുഴുവും മണൽതരിയും മഹാപർവ്വതങ്ങളും സൂര്യചന്ദ്ര നക്ഷത്രാദികളും എല്ലാം ഭഗവാന്റെ അംശങ്ങളാണ്. അതാണ് ഭൂതങ്ങൾ. ശിവനോടൊപ്പം ശങ്കരശൈലത്തിൽ ഉള്ള ഭൂതങ്ങൾ അതുതന്നെയാണ്. ആ ഭൂതങ്ങളും വിവിധങ്ങളായ രൂപങ്ങൾ ധരിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം പുറപ്പെട്ടു. കിരാതവേഷ സഞ്ജന്ന സ്ത്രീഭിശ്ചാവി സഹസ്രശ. എന്ന് മാത്രമല്ല, ധാരാളം സ്ത്രീകൾ അവരും കിരാതിമാരുടെ വേഷത്തിലാണ്. ദേവിയാകുന്ന പാർവതിയുടെ തോഴിമാരാണ് അവരെല്ലാം. അവരെല്ലാം ദേവി കിരാതിയുടെ, ഒരു കിരാത സ്ത്രീയുടെ, കാട്ടാളത്തിയുടെ വേഷം ധരിച്ചപ്പോഴേക്കും ദേവിയുടെ തോഴിമാരെല്ലാം അതേപോലെ കാട്ടാള വേഷം ധരിച്ചു. അങ്ങനെ ധരിച്ചുകൊണ്ട് എല്ലാവരുമായിട്ട് ഭഗവാൻ ഇങ്ങനെ പോവാണ്. ഭഗവാൻ ഏറ്റവും മുന്നിൽ, ബാക്കി എല്ലാവരും കൂടെ. അശോഭത തഥാരാജൻ സദേശോ അതീവ ഭാരത. വൈശമ്പായനൻ വ്യാസൻ പഠിപ്പിച്ചു കൊടുത്തതായ കഥയെ ജനമേജയനെ കൽപ്പിക്കുകയാണ്. അല്ലയോ ഭാരത, ജനമേജയനെ സംബോധനയാണ്. അല്ലയോ ഭാരത, ആ അവസരത്തില് ആ പ്രദേശം മുഴുവൻ അങ്ങേയറ്റം പ്രകാശപൂർണമായി തീർന്നു. ഹിമാലയം പ്രകാശപൂർണമാണ്, പ്രഭാപൂർണമാണ്, സംശയം വേണ്ട.
പക്ഷേ ഭഗവാൻ എപ്പോഴാണോ ഇങ്ങനെ ഒരു രൂപം ധരിച്ചിട്ട് എഴുന്നള്ളിയത്, ദേവിയോടൊപ്പം, ഭൂതഗണങ്ങളോടൊപ്പം, ദേവിയുടെ തൊഴിമാരോടൊപ്പം എഴുന്നള്ളിയത്, കിരാതവേഷം ധരിച്ചാണ് എഴുന്നള്ളത്തതെങ്കിലും ഭഗവാന്റെ ആ ചൈതന്യം ആ പ്രദേശം മുഴുവൻ നിറഞ്ഞ ഒരു അലൗകികമായ സുഷമ തിങ്ങി ആരുടെയും മനസ്സിനെ ആകർഷിക്കുന്ന അവസ്ഥയിൽ ആ പ്രദേശം ശോഭിച്ചു. അപ്പോഴേക്കും ആ കാനനത്തിന് തന്നെ വലിയൊരു മാറ്റം വന്നു. നേരത്തെ ആ കാടുകളിൽ പല പ്രകാരത്തിലുള്ള പക്ഷികളുണ്ട്, പല പ്രകാരത്തിലുള്ള വൃക്ഷങ്ങളുണ്ട്, പുഷ്പങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു. ആ പക്ഷികളെല്ലാം ഹംസങ്ങളും കാരണ്ഡവങ്ങളും, വളരെ വിശദമായിട്ടാണ് വ്യാസൻ അതൊക്കെ വർണ്ണിച്ചിട്ടുള്ളത്. അതൊന്നും വിശദമായി കേൾപ്പിക്കാതെ ഇങ്ങനെ വിട്ടു പോകുന്നതാണ്. ഹംസങ്ങളും കാരണ്ഡവങ്ങളും മയൂരങ്ങളും കോകിലങ്ങളും ഒക്കെ മനോഹരമായ ശബ്ദം പൊഴിക്കുന്നുണ്ട്. ആ അരുവികളുടെ കളകളനാദം ഇങ്ങനെ ഉയരുന്നുണ്ട്. വൃക്ഷങ്ങൾ കാറ്റടിച്ചിട്ട് മർമ്മരസ്വരം ആ പ്രദേശത്തെ മുഴുവൻ നിറയ്ക്കുമാറ് പുറപ്പെടുവിക്കുന്നുണ്ട്. ഈ കോലാഹലങ്ങൾ, ഈ ചലനങ്ങൾ, ഈ ശബ്ദങ്ങൾ എല്ലാം നിലച്ചു ഒരൊറ്റ നിമിഷം കൊണ്ട് ഭഗവാൻ അങ്ങോട്ട് കടന്നു ചെന്നപ്പോൾ ഭഗവത് സാന്നിധ്യത്തിൽ. കാരണം ഭഗവാനാണ്. ഭഗവാന്റെ മുന്നിൽ ഈ കളിയും പാട്ടും നൃത്തവും ഒന്നും പാടില്ല. ആദരവോടുകൂടിയാണ് ഭഗവാന്റെ മുന്നിൽ നിൽക്കുന്നത്. വരുന്നത് കിരാതനാണ്. ആർക്കും കിരാതനെന്ന് തോന്നും. അർജുനൻ കണ്ടപ്പോഴും അർജുനന് കിരാതനെന്നാണ് തോന്നിയത്. പക്ഷേ വരുന്ന ഭഗവാനാണ്. പ്രകൃതിയിലുള്ള എല്ലാറ്റിനും അറിയാം. അതുകൊണ്ട് അവരെല്ലാം നിശ്ചലരായി തീർന്നു. ക്ഷണേന തത് വനം സർവം നിശബ്ദം അഭവത് തഥാ. ഒരു ക്ഷണം മാത്രമേ വേണ്ടി വന്നുള്ളൂ. ആ വനം മുഴുവൻ നിശബ്ദമായി തീർന്നു. നാദ പ്രസ്രവണാനാം ച പക്ഷിണാം ചാപ്യുപാരമത്. പ്രസ്രവണങ്ങളുടെ ആ ഹിമാലയത്തിന്റെ മുകളിൽ നിന്നിട്ട് പാറക്കെട്ടുകളിൽ അടിച്ചടിച്ച് താഴേക്ക് ഒഴുകിപ്പോകുന്നതായ അരുവികളുടെ നാദം, ആ നാദം ഒരൊറ്റ നിമിഷം കൊണ്ട് അന്തർധാനം ചെയ്തു, നിശബ്ദമായി. അതേപോലെ പക്ഷികളുടെ നാദവും ഒറ്റ നിമിഷം കൊണ്ട് നിലച്ചു. അങ്ങനെ അലൗകികമായ അഭൗമമായ ഒരു അനുഭൂതി വിശേഷം അവിടെ സംജാതമായി. എപ്പോഴാണോ നാം നമ്മുടെ തീവ്രമായ ഭക്തി കൊണ്ടും നമ്മുടെ സാധനകൾ കൊണ്ടും മനസ്സിനെ ശാന്തമാക്കിയിട്ട് കൂടുതൽ കൂടുതൽ ഭഗവാന്റെ നികടങ്ങളിലേക്ക് നാം ചെല്ലുന്നത്, ആ അവസരത്തിൽ നമ്മുടെ മനസ്സിൽ ഈ പറയുന്ന മാറ്റങ്ങളെല്ലാം സംഭവിക്കുന്നു. അതുവരെ നമ്മുടെ മനസ്സിൽ ഈ പ്രപഞ്ചത്തിൽ കോലാഹലം ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങളെല്ലാം നമ്മുടെ മനസ്സിന്റെ ഉള്ളിലും കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നു. ശബ്ദമുണ്ടാകുന്നത് നമ്മുടെ മനസ്സിൽ നിന്നിട്ടാണ്, ഉള്ളിൽ നിന്നിട്ടാണ്, വെളിയിൽ നിന്നിട്ടല്ല. വെളിയിൽ ഒരു പദാർത്ഥത്തിനും ശബ്ദമില്ല. ശബ്ദം നമ്മുടെ ഉള്ളിലാണ് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ സങ്കല്പങ്ങളും അതേപോലെ കോലാഹലങ്ങളും ഒക്കെ നമ്മുടെ ഉള്ളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നാം നമ്മുടെ മനസ്സിനെ ഭക്തിയോടുകൂടിയിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ആ ഭക്തിയുടെ ആധിക്യം എത്രയുണ്ടോ, ആ ശ്രദ്ധയുടെ ആധിക്യം എത്രയുണ്ടോ, അത്രയും ശക്തിയോടുകൂടിയിട്ട് പ്രഭാവത്തോടുകൂടിയിട്ട് ഭഗവാന്റെ സാന്നിധ്യം അനുഭവപ്പെടും. അപ്പോൾ ഈ ലൗകികമായ ശബ്ദങ്ങളും കോലാഹലങ്ങളും എല്ലാം കുറയും. എപ്പോഴാണോ ഭഗവാന്റെ പൂർണ്ണാനുഭവം ഉണ്ടാകുന്നത്, അപ്പോൾ എല്ലാം നിശ്ചലമാകും, എല്ലാം നിശബ്ദമാവുകയും ചെയ്യും. കുമാരസംഭവത്തിലെ കാളിദാസൻ ഇത് തന്നെ കേൾപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഇതെല്ലാം അനുഭവസിദ്ധമാണ്. എപ്പോഴാണോ ഭഗവാൻ അവിടെ ഹിമാലയത്തിൽ തപസ് ചെയ്തത്, അപ്പോഴാണ് ദേവന്മാര് ഭഗവാന്റെ സമീപത്തേക്ക് പാർവതി ചെല്ലുന്ന സന്ദർഭം നോക്കിയിട്ട് ഭഗവാന്റെ മനസ്സിളക്കാൻ വേണ്ടിയിട്ട് ഉള്ള സാഹചര്യം ഉളവാക്കാനായി വസന്തനെയും കാമദേവനെയൊക്കെ അയച്ചത്. അവർ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ വനം മുഴുവൻ ആകെ മനോഹരമായി കഴിഞ്ഞു. യഥാർത്ഥത്തിൽ വസന്ത ഋതുവിന്റെ സമയമല്ലത്. അകാലികമായിട്ട് മധുപ്രവൃത്തി ഉണ്ടായി എന്നാണ് കാളിദാസൻ പറയണേ. അത് മധുവിന്റെ വസന്തത്തിന്റെ സമയമല്ല, എന്നിട്ടും വസന്തം അവിടെ അങ്ങ് നിറഞ്ഞു. എന്താ, കാമദേവന്റെ ആ വരവിന് തൊട്ടു മുമ്പായിട്ട് അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ വസന്തൻ അങ്ങ് വന്നു. അവിടെ മുഴുവൻ വസന്തമയമായി.
പിന്നാലെയാണ് കാമദേവൻ വരുന്നത്. മനസ്സിളക്കാൻ വേണ്ടിയിട്ടാണ്, ഭഗവാന്റെ മനസ്സിളക്കാൻ വേണ്ടിയിട്ടാണ്. ദേവി എല്ലാ ദിവസവും ഭഗവാനെ കാണാനും ഭഗവാന് പുഷ്പമാല്യം അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ സമർപ്പിച്ചിട്ട്, പൂജാദ്രവ്യങ്ങൾ പാദങ്ങളിൽ സമർപ്പിച്ചിട്ട് തൊഴാനും പ്രദക്ഷിണം ചെയ്യാനും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. വന്നിട്ട് തൊഴുത് പ്രദക്ഷിണം വച്ച് നമസ്കരിച്ചിട്ട് ദേവി തിരിച്ചു പോകും. ഈ സമയത്ത് അമ്പ് പ്രയോഗിക്കാൻ, സമ്മോഹനം പ്രയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ദ്രന്റെ ആജ്ഞ അനുസരിച്ചിട്ട് ഈ കാമദേവന്റെ വരവ്. അപ്പോൾ പക്ഷികളും അതേപോലെ തന്നെ മൃഗങ്ങളും ഒക്കെ ഈ വസന്തന്റെ ആഗമനത്തിൽ ആകെ സന്തോഷിച്ച് കോലാഹലം വെച്ച് ശബ്ദവും ഓട്ടവും ചാട്ടവും ബഹളവും ഒക്കെയാണ്. ഈ കോലാഹലം കണ്ടപ്പോഴേക്കും നന്ദികേശൻ, ഇത് ആശ്രമമാണ്, ആശ്രമത്തിനകത്ത് ഇങ്ങനെ ശബ്ദമൊന്നും പാടില്ല, വിശേഷിച്ചും ഇത് സ്ഥാണു മഹാതപസ് ചെയ്യുന്ന ആശ്രമമാണ്, ശിവൻ മഹാതപസ് ചെയ്യുന്ന ആശ്രമമാണ്, അവിടെ ഒരു അനക്കം പോലും പാടില്ല. ഉടൻ തന്നെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നന്ദികേശൻ വന്നു. അദ്ദേഹം തന്റെ ചുണ്ടിന്റെ മുന്നിലായിട്ട് തന്റെ വിരലിലൊന്നിങ്ങനെ വെച്ച് കാണിച്ചു. അത്രേ ചെയ്തുള്ളൂ. അപ്പോഴേക്കും തച്ഛാസനാത്, ആ നന്ദികേശന്റെ ശാസനത്താൽ കാനനമേവ സർവം, ആ കാട് മുഴുവനും കാളിദാസൻ പാടിക്കേൾപ്പിക്കുകയാണ്. ആ കാട് മുഴുവനും ചിത്രാർപ്പിത ആരംഭയിവാവതസ്തേ, ചിത്രത്തിൽ എഴുതിയതുപോലെ ഇങ്ങനെ കാണപ്പെട്ടു. പക്ഷികൾ, പലതരത്തിലുള്ള പക്ഷികൾ പാട്ടുപാടുകയായിരുന്നു, ചില പക്ഷികൾ പറന്നു നടക്കുകയായിരുന്നു, മാനുകളും മറ്റു മൃഗങ്ങളും ഒക്കെ ഇങ്ങനെ ഓടി നടക്കുകയായിരുന്നു. അവര് ഈ നന്ദികേശൻ ഇങ്ങനെ നിശബ്ദം എന്നിങ്ങനെ ആംഗ്യം കാണിച്ചതേയുള്ളൂ. അപ്പോഴേക്കും തന്നെ എല്ലാം നിശ്ചലമായി. അവർ ഓരോരോ പ്രവൃത്തിയിലാണ്, പാടുക, നൃത്തം ചെയ്യുക, ഓടുക, ഇങ്ങനെ ഓരോ പ്രവൃത്തിയിലാണ്. ആംഗ്യം കാണിച്ചപ്പോൾ അവർ ഏതവസ്ഥയിലായിരുന്നു, അങ്ങനെ അവർ നിശ്ചലമായിരുന്നു.